വരുന്ന ഒക്ടോബർ മുതൽ ഡിസംബർ വരെ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാസങ്ങളാവുമെന്നും ഇക്കാലയളവിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി വിട്ടുനൽകാൻ ബുദ്ധിമുട്ടാണെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ. ഷാജഹാനെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ സന്ദർശിച്ചപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ ആകും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക. 2 ഘട്ടമാകും തിരഞ്ഞെടുപ്പ്. ഒക്ടോബർ 3-ാം വാരമോ അവസാന വാരമോ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. ഭരണസമിതി ചുമതലയേൽക്കുന്നതും തുടർന്നുള്ള തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുമായി ഡിസംബർ 20 വരെയുള്ള സമയക്രമങ്ങൾ വേണ്ടിവരും. തഹസീൽദാർ, ഡെപ്യൂട്ടി കളക്ടർ, കളക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിവിധ തലങ്ങളിലെ ഭരണാധികാരികളാണ്. ഈ സമയങ്ങളിൽ ഇവർക്ക് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ അധിക ചുമതല നൽകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ മോശകരമായി ബാധിക്കുമെന്നും ചർച്ചയിൽ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ SIR-മായി മുന്നോട്ടു പോകരുതെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് സന്ദർശിക്കുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് തല ഏജന്റുമാർക്ക് 2 നടപടിയുമായി ഒരേ സമയം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. BLA-മാരിൽ പലരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.